ചിരി, ലോകത്ത് ആരെയും മയക്കിക്കളയുന്ന ആ ചിരി, എത്ര പേര് വീണുപോയ ചിരിയാ. ഇപ്പോൾ എന്താ ഞാൻ പറയേണ്ടത്? അവൻ ഉറപ്പുണ്ട്, നിനക്കതില്ല. അതാണ് മനസ്സിലായോ? നീ അതിനേക്കാളും അട്ടാച്ചിട്ട് ചിരിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ആരും വീടുന്നില്ലല്ലോ. കാരണം നിനക്ക് സ്റ്റാൻഡ് ഇല്ലാത്തവനാ. നീ അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്നവനാ. ഞങ്ങളുടെ നാട്ടിൽ അതിനൊരു പേരുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനായിട്ട് നീ എന്ത് ചെയ്തോണ്ടിരുന്നത്? ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലോട്ട് ചാടുക. ഇപ്പൊ സീറ്റ് കൊടുക്കത്തില്ലെന്നാ പറയുന്നത്. ഇനി BJP പോവോടാ താമരെ? അറിയാൻ പറ്റോട്ട് ചോദിക്കുക. ഓക്കെ, രാഹുൽ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നത്. ഇപ്പൊ വീണ്ടും ഒരുത്തിയുണ്ട് കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പ്രായപൂർത്തിയാവാത്തവരെ എന്തൊക്കെയോ രാഹുൽ ചെയ്തെന്നുള്ളതും, പിന്നെ അത് മാത്രമല്ല രാഹുലിന്റെ കേസ് അന്വേഷിച്ച ഒരു വ്യക്തിയെ സസ്പെൻഡ് ചെയ്തെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ് ചെയ്യുക, ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് കമന്റ് കൊടുക്കുക. അതൊന്നും കൊടുക്കുക കേട്ടോ. ഇവിടെ എല്ലാവരും രാഹുൽ രാഹുൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നോട്ടൊക്കെ ഒന്ന് ചെയ്യും. ജസ്റ്റിസ് ഫോർ രാഹുൽ എന്ന് കൊടുക്കുക. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ് ചെയ്യുക. രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്കും കൂടെ ചെയ്യുക, ഒന്ന് അറിയാൻ വേണ്ടി എത്ര ലൈക്ക് കിട്ടുമെന്ന്. ഓക്കെ, എന്നാലും നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോവാം. ഈ പരനാറിയെ കുറിച്ച് നമുക്ക് കേൾക്കാം, പറയാം. പറച്ചിൽ കേട്ടാ അവന്റെ തന്തയുടെ കഴുത്തർത്ത പോലെ അവന്റെ സംസാരവും കാര്യങ്ങളും ഒക്കെ. എടാ, നിന്നെ പോലെ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞിട്ട് സ്വന്തം നേട്ടത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന പരിപാടിയില്ല. അവൻ വിചാരിച്ചായിരുന്നെങ്കിൽ അവൻ ഇപ്പോൾ ഏത് പാർട്ടി വേണമെങ്കിലും പോകായിരുന്നു. അവന് സീറ്റ് കൊടുക്കാൻ എല്ലാവരും തയ്യാറായിരുന്നു. ഇപ്പൊ കുത്തി സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ പോലും പാലക്കാട് ഈ പറയുന്ന രാഹുലിന് സ്വതന്ത്രനായിട്ട് നിൽക്കാം. രാഹുൽ എന്തുകൊണ്ട് നിൽക്കുന്നില്ല? എൻ്റെ അറിവ് രാഹുൽ നിൽക്കുന്നില്ലെന്നാണ് പറയുന്നത്. കാരണം പാർട്ടി പറയുന്ന പോലെ അവൻ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നു. പാർട്ടി പുറത്താക്കി സസ്പെൻഡ് ചെയ്തെങ്കിൽ സസ്പെൻഡ് ചെയ്തു. ആ ഒരു മൈൻഡിലാണ് നിൽക്കുന്നത് എന്ന് വെച്ച് നിന്നെ പോലെ അടുത്ത ഹൈലത്തെ വീട്ടിലോട്ട് പോയി കയറി ചെന്നിട്ടില്ല അവൻ. അതും കൂടെ ആലോചന നല്ലതായിരിക്കും. ഇവിടെ കഴുത്തിറക്കുന്നത് നിന്നെ പോലുള്ള വിഷമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യം എക്സ്പോസ് ചെയ്തത് ഞാനാണെന്ന് സരിൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ അന്ന് പറഞ്ഞതാണ്. ഞാനത് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊന്നുമില്ല. ഞാനിത് പറഞ്ഞത് ഇപ്പൊ കേരളം പൊതുസംഭവം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മാത്രമായി നിന്നുള്ള വിമർശനമല്ല. പാർട്ടിയിൽ പൊതുവിൽ സ്വീകരിക്കേണ്ട ചില മാനദണ്ഡങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ചിലർക്ക് വേണ്ടി അകവരുത്തുകയും ചിലർക്ക് വേണ്ടി വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുന്നതിനും കൂടിയാണ് ഞാൻ എതിർത്തത്. അല്ലാതെ ഈ ഒരു വിഷയത്തെ മുൻനിർത്തിയല്ലായിരുന്നു എന്റെ കലാപം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്നതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. എന്തെങ്കിലുമൊക്കെ കേരളം മനസ്സിലാക്കി എന്നുള്ളതിന്റെ ഒരു സംതൃപ്തി നമുക്കൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. എന്ത് മനസ്സിലാക്കിയെന്നേ പറയുന്നത്? പരസ്പര സമ്മതത്തോടെ ഒരാണും പെണ്ണും ചെയ്യുന്നതാണോ വലിയത്? നീ പറ, അത് നീ ഒന്ന് പറഞ്ഞതാ. നീ നല്ല പിള്ളയാണോ? അറിയാൻ പറ്റുള്ളൂ ചോദിക്കുക. ഇവിടെ ഇപ്പോൾ എവിടെ പോയി ഇപ്പം ക്രൂരമായി നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ക്രൂരമായിട്ട്. എന്നിട്ട് അദ്ദേഹം ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആറ് ഭാഗത്താ തെറ്റ്. നീ ഇപ്പം ഒരു പാർട്ടിയിലോട്ട് ചെന്ന് കയറിയിട്ടുണ്ടല്ലോ, അവന്മാരുടെ തെറ്റല്ലേ? ഓക്കെ, എല്ലാവരെയും ഇങ്ങനെ നശിപ്പിക്കുന്ന ഒരു വ്യക്തി സമൂഹത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഇവിടെ ആരുടെ കഴിവേട്? നിങ്ങളുടെ പാർട്ടിയുടെ കൂടെ കഴിവേടാണല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞാലോ? പുണ്യാളൻ കോൺഗ്രസിൽ നിന്നിട്ട് പറയുന്നില്ല. ഇങ്ങനെ കാര്യത്തെ കുറിച്ച് കോൺഗ്രസ് വിടുന്നതിന് മുമ്പേ ധാരണ ഉണ്ടായിരുന്നു? അതായത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു? എന്നോടല്ല ചോദിക്കുന്നത്. ഈ സീറ്റിൽ വന്നിരിക്കുന്ന വേറെയും ചിലപ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തു. അവരോട് ചോദിച്ചാൽ അവർ ക്യാമറയുടെ മുമ്പിലുള്ള ഉത്തരത്തിന് വേണ്ടി ഇല്ല എന്നൊക്കെ പറയുമെങ്കിലും അവരുടെയൊക്കെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ അവരെല്ലാവരും അന്ന് കോംപ്രമൈസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. എന്നാലും രാഹുലെ ഒരു കൈ തന്നിട്ട് പോന്നൊക്കെ പറഞ്ഞ എന്റെ അമ്മ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതെന്റെ മാന്യതയാണ്, പുള്ളിയുടെ മാന്യതയാണ് കൈ തന്നിട്ട് പോകുന്നു പറയുന്നത്. അങ്ങനെയല്ലേ? അല്ല, അവന്റെ മാന്യത നല്ല രീതിയിൽ നമുക്ക് അറിയാം. അന്ന് രാഹുൽ കൊടുത്തില്ല, അത് നന്നായി. അന്നത്തെ ഇലക്ഷൻ എല്ലാവർക്കും അറിയാം. രാഹുൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്ന് അവന് കൊടുത്തില്ല. കാരണം അവൻ കൂടെ എന്ന് ചതിച്ചവനാ. പറയുന്നത് മനസ്സിലായോ? കൂടെ എന്ന് ചതിച്ച വ്യക്തി ആയതുകൊണ്ടാണ് കൊടുക്കാത്തത്. അതിന് അംഗീകാരം തന്നെ ആയിരുന്നു എല്ലാവരും അവൻ ആ സമയത്ത് കൊടുത്തത്. പറഞ്ഞു മനസ്സിലായി? ഞാൻ ആദ്യം വിചാരിച്ചു രാഹുൽ അത് കൊടുക്കേണ്ടതായിരുന്നു. പിന്നീടല്ലേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അറിയുന്നേ. പിള്ളേർക്കൊന്നും അറിയത്തില്ല മാമന്റെ. ആ കൈ കൊണ്ട് ഹസ്തദാനം കിട്ടാത്ത എന്റെ മകൻ എത്ര ഭാഗ്യവാൻ എന്നാണ് എന്റെ അമ്മ പറഞ്ഞത്. അമ്മയുടെ മനസ്സെപ്പോഴും മക്കളോട് അങ്ങനെയാണല്ലോ. എനിക്ക് തോന്നുന്നു കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിന്റെ ഒക്കെ ആ സമയത്ത് ഈ ഇടയ്ക്ക് എപ്പോഴും ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് രാഹുലിനെ കണ്ട എന്താ പറയാനുള്ളത്? അതൊന്നും വിടുന്നില്ല നിങ്ങൾ. അല്ല, അത് ഞാൻ ആക്ച്വലി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു എൻകൗണ്ടർ. എനിക്ക് അങ്ങനെ 2-3 പേര് നേരിട്ടൊന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇവര് പിടിതിരില്ലെന്നേ. അത് അവിടുത്തെ സർക്കിൾ അന്വേഷിച്ചാൽ മതി. ഞാൻ റെഡി എപ്പോഴും കാണാൻ. അല്ല, ഒരാൾ മതി. ഇപ്പൊ തൽക്കാലം നല്ലതാ. എന്തായാലും ഇവന് സീറ്റില്ലെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതല്ലേ സ്വഭാവം. ആരും അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. ബട്ടെ ഒരു സ്റ്റാൻഡ് ഇല്ലാത്തവനാ. ഇവനൊന്നും പാർട്ടിക്കാരനായിട്ട് ഞാൻ കാണത്തില്ല. കാരണം സ്വന്തം നിലപാട് നമ്മളെ എന്തെങ്കിലും നിലപാടും കാര്യം ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കി. ഇവൻ അങ്ങനല്ല, കീഴിക്കൂടെ എങ്ങനെ പണിത്തരാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ട്, അതിലോട്ടൊന്ന് പോവാം.
രാഹുലിനെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിത സുപ്രീം കോടതിയിൽ. രാഹുൽ സൈക്കോപാത്ത് എന്നും ജാമ്യം നൽകിയത് തന്റെ ജീവന് ഭീഷണിയായിട്ടുണ്ടെന്നും അതിജീവിത ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത ആൾ ഉൾപ്പെടെ 10ഓളം പേരെ രാഹുൽ പീഡിപ്പിച്ചു എന്നാണ് ഹർജിയിലെ ആരോപണം. വിനീത വിജയ് വാർത്ത അപ്ഡേറ്റ് ചെയ്യുന്നു ഡൽഹിയിൽ നിന്ന്. പറയൂ വിനീത. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ കേസിലെ ആദ്യ അതിജീവിതയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രാഹുലിന് നൽകിയിരിക്കുന്ന ജാമ്യം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയെ അതിജീവിത സമീപിച്ചിരിക്കുന്നത്. രാഹുലിന്റെ ജാമ്യം നിയമവിരുദ്ധമാണെന്ന് ഈ ഹർജിയിൽ അവർ പറയുന്നുണ്ട്. ജാമ്യം കഴിഞ്ഞ ആഴ്ച പോയത് രണ്ടാമത്തെ പെണ്ണായിരുന്നു. ഇപ്പൊ ഞാൻ നടക്കുന്ന ആദ്യത്തെ. ഇവൾമാരെന്തോ കാണിക്കുന്നതെന്ന് ഇവർക്ക് പോലും അറിയത്തില്ല. ആദ്യം ഈ പെൺകുട്ടി ഒന്നിനും മരുന്നില്ലെന്ന് പറയുകയും ചെയ്തു. വേണ്ട ഇപ്പൊ ചാടിക്കറി വരുകയും ചെയ്തു. പിന്നീടാണ് അറിയുന്നത് ഇവറ്റകളെല്ലാം കല്യാണം കഴിച്ചതാണെന്നുള്ള രീതിയിലാണ്. ഇവൾമാർക്ക് പോലും ഒരു സ്റ്റാൻഡില്ല. എന്തുവാണ് ചെയ്യുന്നത്, എന്തുവാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇപ്പൊ രാഹുലിന്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ആരും അങ്ങനെ വലുതായിട്ട് എടുക്കാറൊന്നുമില്ല, സംസാരിക്കാറില്ല, വലിയ ചർച്ചകളോ കാര്യങ്ങളോ നടത്താറില്ല. ഇലക്ഷൻ വരുന്നതിന് ഒരു മാസം മുമ്പ് ചിലപ്പോൾ ഒരു പെണ്ണ് വരാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. 4-5 വരെ പോകുമെന്നാണ് പറയുന്നത്. അതുവരെ 1ഉം 2ഉം ഒക്കെ ഇട്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കും. ഹൈക്കോടതി മിനി ട്രയൽ നടത്തിയെന്നും ഇത് നിയമവിരുദ്ധമാണെന്നുമാണ് അതിജീവിത സുപ്രീം കോടതിയിൽ ആരോപിച്ചിരിക്കുന്നത്. അപ്പം തന്നെ സമ്മതമില്ലാതെ പല തവണ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും അതിജീവിത സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. സമ്മതമില്ലാതെ പല തവണ രാഹുൽ മാങ്കൂട്ടം ചെയ്തെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. എന്തുകൊണ്ട് ചേച്ചി ഇത് ആദ്യമേ പറഞ്ഞില്ല? ഒരാളെ ഒരു വട്ടമേ ചെയ്യത്തുള്ളൂ. ഇതെന്തോ ഈ 2, 3, 4 ഒക്കെ കണക്കുകൾ പറയുന്നത്. അപ്പൊ ഇവറ്റയുടെയൊക്കെ സ്റ്റാൻഡ് എന്താണ്? നാണമാനം കെട്ടവളമാരുടെയൊക്കെ അയ്യേ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ കേസിലെ ആദ്യ അതിജീവിതയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രാഹുലിന് നൽകിയിരിക്കുന്ന ജാമ്യം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയെ അതിജീവിത സമീപിച്ചിരിക്കുന്നത്. രാഹുലിന്റെ ജാമ്യം നിയമവിരുദ്ധമാണെന്ന് ഈ ഹർജിയിൽ അവർ പറയുന്നുണ്ട്. ജാമ്യവേളയിൽ ഹൈക്കോടതി മിനി ട്രയൽ നടത്തിയെന്നും ഇത് നിയമവിരുദ്ധമാണെന്നുമാണ് അതിജീവിത സുപ്രീം കോടതിയിൽ ആരോപിച്ചിരിക്കുന്നത്. അപ്പം തന്നെ സമ്മതമില്ലാതെ പല തവണ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും അതിജീവിത സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ഗർഭിണിയായിരിക്കെ ഒരിക്കൽ പോലും താൻ സമ്മതം നൽകിയിട്ടില്ല എന്നും ഈ ആദ്യ കേസിലെ അതിജീവിത നൽകിയ ഹർജിയിൽ അവർ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ അബോർഷന് താൻ തയ്യാറായിരുന്നില്ല, തന്നെ സമ്മതിപ്പിച്ചത് ഭീഷണിയിലൂടെയായിരുന്നുവെന്നും ഈ ഹർജിയിൽ അതിജീവിത പറയുകയാണ്. പ്രായപൂർത്തിയാകാത്ത ഇരയുൾപ്പെടെ 10ഓളം ഇരകളെ രാഹുൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഹർജിയിൽ അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ രാഹുൽ സൈക്കോപാത്താണെന്നും ഈ ആദ്യ കേസിലെ അതിജീവിത ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ പറയുകയാണ്. സാമൂഹ്യ വിരുദ്ധ സംഘടനകളുമായി ബന്ധമുള്ളവരാണ് ഈ രാഹുൽ എന്നും ഈ ഹർജിയിൽ അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ജാമ്യം നൽകിയത് തന്റെ ജീവന് തന്നെ ഭീഷണിയാണെന്നാണ് ഈ ആദ്യ കേസിലെ അതിജീവിത ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഈ കേസ് അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ ഇതിപ്പോ 3 മാസം മുമ്പ് വന്ന കേസ് പോലെ തന്നെയാണ്. ആ കാര്യങ്ങൾ തന്നെ വീണ്ടും അവരൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. അത്രയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പോഴും അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടം ഇലക്ഷന് നിൽക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പല ചാനലും പലതും വരുന്നുണ്ട്. പക്ഷേ എനിക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ പാർട്ടിയിലൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടോണ്ട് നമ്മൾ കൂടുതൽ ക്ലോസ് ആയതുകൊണ്ട് കറക്റ്റ് വിവരങ്ങൾ എനിക്ക് അറിയാൻ കഴിയുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് വിശ്വസിക്കാതിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ബാക്കി കൂടെ കാണാം. പരാതിക്കാരിക്കെതിരായ പരാമർശങ്ങൾ അനുചിതവും അത് നിയമവിരുദ്ധവുമാണെന്നും ഈ ഹർജിയിൽ അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. രാഹുലിന് ജാമ്യം നൽകിയത് അത് നിയമവിരുദ്ധമാണെന്നും ഹർജിയിൽ ആദ്യ കേസിലെ അതിജീവിത ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ഈ ജാമ്യം നൽകിയത് തന്റെ ജീവന് തന്നെ ഭീഷണിയാണെന്നാണ് ഹർജിയിൽ അവർ പരാമർശിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും അയ്യോ, ഓക്കെ. ഇനി നമുക്ക് സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പോലീസിനെ സസ്പെൻഡ് ചെയ്തെന്നാണ് പറയുന്നത്. രാഹുലിന്റെ കേസിന് എന്തോ വീഴ്ചയും കാര്യങ്ങളൊക്കെ സംഭവിച്ചു, അങ്ങനെ ഒരാളെ സസ്പെൻഡ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അതിന് ഈ ന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തെറിക്കാൻ വേണ്ടിയാണ് ആ പാമ്പ് പിടിച്ചോണ്ട് തൊപ്പി അർപ്പിക്കാൻ നോക്കിയാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും പോലീസ് ചെയ്തത് ദ്രോഹം, അത് വേറെ കാര്യങ്ങൾ. ഇത് നമുക്ക് കാര്യത്തിലോട്ടൊന്ന് കിടക്കാം. അയ്യോ പോയി ഒരു മിനിറ്റ്, ഇപ്പം സെറ്റ് ചെയ്തരാം. ഉണ്ടായിരുന്നില്ല. എന്നാൽ തെളിവെടുപ്പിന് എത്തിക്കുന്നത് സംബന്ധിച്ച കൃത്യമായ സമയം അറിയില്ലായിരുന്നുവെന്നാണ് ജില്ലാ പോലീസ് മേധാവി നൽകിയ മെമ്മോയ്ക്ക്. തെളിവെടുപ്പ് സമയത്ത് പോലീസുകാരൻ അവിടെ ചെന്നിട്ടില്ലെന്നൊക്കെയാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. അയാൾക്കറിയാം ഒരു ചുക്കും മണ്ണാങ്കട്ടയും കാണാതൊന്നും ഇല്ലെന്നും. അതുകൊണ്ട് ഇവിടുത്തെ സർക്കാർ ഇപ്പോൾ ഒന്ന് തിരിച്ചുവിടാൻ വേണ്ടി ഇനി അങ്ങനെ നല്ല എടുത്തിടുകയാണെന്നും പറയാൻ പറ്റില്ല. നന്ദകുമാർ നൽകിയ വിശദീകരണം. രാഹുൽ മാക്കൂട്ടത്തിൽ MLA-ക്കെതിരായ ബലാത്സംഗ കേസിൽ തിരുവല്ലയിൽ നടന്ന തെളിവെടുപ്പിൽ ഗുരുതര വീഴ്ച വരുത്തിയതിനാണ് തിരുവല്ല ഡിവൈഎസ്പി എസ് നന്ദകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. DGP-യുടെ ശുപാർശയെ തുടർന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. തെളിവെടുപ്പിന് ഡിവൈഎസ്പി സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നും പ്രത്യേക നിർദ്ദേശം ഉണ്ടായിട്ടും ഡിവൈഎസ്പി എത്താത്തത് ഗുരുതര വീഴ്ചയാണെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. നന്ദകുമാറിനെതിരെ വകുപ്പുതല അന്വേഷണം നടത്തണമെന്നും ഉത്തരവിലുണ്ട്. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗസ്ഥരുടെ ഒരു പാനൽ സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള ADGP നേരത്തെ സമർപ്പിച്ച റിപ്പോർട്ട് DGP പ്രത്യേക കുറിപ്പോടെ സർക്കാരിന് സമർപ്പിച്ചതിനെ തുടർന്നാണ് നടപടി. തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ ഉൾപ്പെടെ എത്തിച്ചുള്ള തെളിവെടുപ്പിലാണ് ഗുരുതര വീഴ്ചയുണ്ടായത്. പ്രതിയെ കൊണ്ടുവരുന്ന പോലീസ് സ്റ്റേഷൻ, കോടതി തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രത്യേക സുരക്ഷ ഒരുക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി DYSP-യെ അറിയിച്ചു. എന്നാൽ നന്ദകുമാർ ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കിയില്ല. അതേസമയം തെളിവെടുപ്പിനെത്തിക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ സമയം അറിയില്ലായിരുന്നു എന്നാണ്
ജില്ലാ പോലീസ് മേധാവി നൽകിയ മെമ്മോയ്ക്ക് നന്ദകുമാർ നൽകിയ വിശദീകരണം. ഇതിനിടെ രണ്ടാം ലൈംഗിക പീഡന കേസിൽ ജാമ്യം റദ്ദാക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ഹർജിയിൽ മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സമയം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച ഹർജി തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കും. ഓക്കെ, നമുക്ക് ഈ കണ്ടറിയാം രാഹുലിന്റെ കേസായിട്ട്. ഇതിപ്പോൾ രാഹുലിന്റെ കേസായിട്ട് ഇനിയും കൂടാൻ ചാൻസ് കൂടുതലാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇലക്ഷൻ വരാൻ പോവാണ്. കാരണം എതിർ പാർട്ടിക്കാർക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഇനി തട്ടിക്കളിക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മാത്രമേ ഉള്ളൂ. കോൺഗ്രസ്സുകാർ അത് മുൻ തൂക്കി എടുത്ത് ദൂരെ കളയുകയും ചെയ്ത ആ ഒരു കേസ് കേട്ട് ഇനി ഇവന്മാർ എന്ത് കാണിക്കുമെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്തായാലും ഒരു പാവം പോലീസുകാരനെ പരിപാടാക്കി. അല്ല, അവന്മാർക്ക് അഹങ്കാരം ഉണ്ടായിരുന്നല്ലോ. കാരണം ഒരു ഹേറ്റ് യൂസ്ഡ് കാര്യങ്ങൾ അറിയാതെ വന്നിട്ട് ആ പാവം പിടിച്ചവനെ രാത്രി വന്ന് പോലീസ് പൊക്കിക്കൊണ്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാനഡയിൽ നിന്നോ ദുബായിൽ നിന്നോ ഒരുത്തി അങ്ങോട്ട് ഒരു മെയിൽ അയച്ചെന്നും പറഞ്ഞിട്ട് വന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവിടുത്തെ വിഷയങ്ങൾ എന്താണ്. ശബരിമല വിഷയം മറയ്ക്കാൻ വേണ്ടി കാണിച്ച ഓരോ തോന്നിവാസങ്ങൾ, അങ്ങനെ മാത്രം നമുക്ക് പറയാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.